മാനസികാരോഗ്യവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചികിത്സയുമായി സംബന്ധിച്ച് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ നിർത്തുകയോ അത് കഴിക്കുന്ന എണ്ണത്തിൽ മാറ്റം വരുത്തുകയോ ചെയ്യുക എന്നത്. പലരും ചിന്തിക്കുന്നത് സാധാരണ പനി വരുന്ന സമയത്ത് ഞാനൊരു മരുന്ന് കഴിച്ചു, 5 ദിവസം കഴിഞ്ഞു, പനി മാറി. അതുപോലെ തന്നെ ഡിപ്രഷനോ ആങ്സൈറ്റിയോ ഉള്ള ഒരാൾ അതിനുള്ള മരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനൊക്കെ അപ്പുറത്തുള്ള ഇംപ്രൂവ്മെൻറ്റ്സ് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകും. അത് കാണുന്നതോടുകൂടി എൻ്റെ എല്ലാ മാനസിക പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുന്നു, ഇനി മുതൽ ഞാൻ മരുന്ന് കഴിക്കേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് സ്വയം നമുക്ക് ഒരു തോന്നൽ ഉണ്ടാകുകയും ആ തോന്നലിനെ പാരസെറ്റമോൾ കഴിക്കുന്ന ലോജിക്കിലൂടെ ചിന്തിക്കുകയും അതോടുകൂടി ആ മരുന്ന് കഴിപ്പ് അവസാനിപ്പിക്കുകയോ അതിൻ്റെ അളവിൽ വ്യത്യാസം വരുത്തുകയോ ചെയ്യും. ഇവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യം, നമ്മുടെ തലച്ചോറിനകത്തുള്ള രാസപ്രവർത്തനത്തിലെ വ്യതിയാനം കൊണ്ടാണ് ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ സംഭവിക്കുന്നത്. അതിനെ ബാലൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത്. ഈ മരുന്ന് എത്ര തവണ കഴിക്കണം, എത്ര നാൾ കഴിക്കണം എന്നത് ഈ സന്തുലിതാവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് എത്ര നാൾ എടുക്കും എന്നതിൻ്റെ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു MBBS ഡിഗ്രിയും അതിനുശേഷം സൈക്കാട്രിയിൽ MD കഴിയുകയും ചെയ്യുക എന്നതാണ് ഇത്തരത്തിലൊരു കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത. ഡിപ്രഷനോ ആങ്സൈറ്റിക്കോ ഇത്തരത്തിൽ മരുന്ന് കഴിക്കുന്നവർ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ മരുന്ന് നിർത്തുകയും അവർ ഒരുപക്ഷെ പഴയതിനേക്കാൾ വഷളാകുന്ന രീതിയിൽ അവരുടെ മാനസികാരോഗ്യ നിലവാരം മാറുകയും ചെയ്യും. അതിൻ്റെ അവസാനം ഒരുപക്ഷെ ആത്മഹത്യ പോലെ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു വലിയ ദുരന്തത്തിലേക്കായിരിക്കും അയാളെ നയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും മരുന്ന് നിർത്തുന്നതും കണ്ടിന്യൂ ചെയ്യുന്നതും എന്ത് തന്നെയാണെങ്കിലും അതൊരു സൈക്കാട്രിസ്റ്റിൻ്റെ നിർദ്ദേശത്തോടു കൂടി മാത്രം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.